ഹായ് ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ശബ്ദത്തിനൊരു ഹായ് പറയണേ. ചെറിയ കരകരപ്പുള്ളതാണ്. അമ്മ, ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റുകളും ഞാനും കേൾക്കില്ല, നമ്മുടെ കുടുംബമായ അവരും കേൾക്കില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും പറഞ്ഞ് എപ്പോ നോക്കിയാലും തൊണ്ടയ്ക്ക് വേദന. അപ്പൊ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഊർജ്ജം വന്നു കേട്ടോ. ഈ ഊർജ്ജമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഊർജ്ജത്തിന് കുറവ് വന്നാൽ നമ്മളപ്പം ചോദിക്കും, ഈ മൊബൈലിന്റെ ബാറ്ററി ഇറങ്ങിപ്പോയാൽ എങ്ങനെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുമോ അതുപോലെ നമ്മുടെ ഊർജ്ജം കുറവ് വന്നാൽ ഞാനിവിടെ വന്നിട്ട് പറയും കറക്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടി ചാർജ് ആവണം പറയും പോലെ അമ്മ ചാർജ് ആയി അല്ലേ? ഈ പുഞ്ചിരിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ഈ ചിരിയില്ല അമ്മ സ്നേഹമുള്ളത്. അപ്പൊ ചിരിയോട് കൂടിയിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ചിരി എന്ന് പറയുമ്പോ ചിരിച്ചുകൊണ്ടേ നിൽക്കുക. എന്താ അമ്മ? ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. ഒന്നല്ല, കുറച്ച് ചെമ്മീൻ ഉണ്ടല്ലോ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. അതിന് ഞാനിതാ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ചല്ല, പാകത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുനാരങ്ങ നീര് പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം ഒരു 20 മിനിറ്റ് ഒക്കെ ഞാൻ വെച്ചു. ശരിക്കും അത് പുരട്ടുകയാണോ പരട്ടുകയാണോ? എന്താ രണ്ടും ആവാം. പല ടൈപ്പ് മലയാളം ഉണ്ട്, നമുക്ക് എന്തും പറയാം. എന്തെങ്കിലും ആയിക്കോട്ടെ. നീ അതിനൊന്നും ചോദ്യം ചോദിക്കരുത്. അമ്മ ലണ്ടനിലായിരുന്നു, അത് കാരണം നമുക്ക് എത്ര ഒന്നും അറിയില്ല. ആ സ്കൂള് പൂട്ടിയെന്ന് കേട്ടു. മുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്. അമ്മ പഠിച്ച സ്കൂളൊക്കെ പൂട്ടിയെന്ന് പറയണ കേട്ടു. പിന്നെ കുറച്ച് നാളികേരക്കൊത്ത്, പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു സബോള, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. 2 പ്രാവശ്യം കുരുമുളക് പൊടി ഉണ്ടോ? പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പൊ അമ്മടെ സ്ഥിരമുള്ള ശുദ്ധിയായ വെളിച്ചെണ്ണ. അതന്നെ, അത് ആട്ടി വെളിച്ചെണ്ണ അല്ല, ആട്ടിയ വെളിച്ചെണ്ണ. നീ എന്നെ പഠിപ്പിക്കട്ടെ പോനെ. നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്ക. എന്നോടാണ് നിന്റെ കളി. അതെ, പിന്നെ ആരെങ്കിലും കുറ്റം പറയണ കടന്നുമ്പോ ഞാൻ എന്നെ പറയട്ടെ. അതെന്തിനാ അത് പാതി ഇങ്ങനെ വറുത്തെടുക്കുന്നത്? വന്നിട്ടോ? ആര് വന്നിട്ട്? അങ്ങനെ വന്നിട്ട് റോസ്റ്റ് ചെയ്യണോ? അമ്മ എവിടെ പോവാണ് വിചാരിച്ചു. നിന്നെ കൊണ്ട് ഞാനില്ലേ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഊർജ്ജം ഇങ്ങോട്ട് വന്നപ്പോഴാണ് സർവ്വതിനൊരു ക്ലാരിറ്റി വന്നത് കേട്ടോ. ഉണ്ടായിരുന്നല്ലോ ആ തൊണ്ടയിലെ കരകരപ്പല്ലല്ലോ, അതല്ലല്ലോ അമ്മ മഹാദേവി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയണമെന്ന് കേൾക്കൂ. ഇന്നലെ അമ്മയ്ക്ക് ഇത്തിരി എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഏത് തലവേദന, ഛർദ്ദിക്കാൻ വരുമ്പോലെ, അങ്ങനെ എന്തോ ഒരു സംതിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു എന്തമ്മാ ചോദിച്ചു. അപ്പം ഒന്നുമില്ലടാ പറഞ്ഞു. രണ്ടാമത് വീട്ടിൽ ചോദിച്ചു എന്തമ്മാ ചോദിച്ചു. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായോ അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ എന്തൊക്കെ ആവുന്നുണ്ട്, തലവേദന ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോ ഇന്ന് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ മാറ്റി തന്നില്ലേ. തലവേദന അതല്ല, മുളകൊക്കെ ഇട്ടിട്ട് മാറിയോ? അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ പൊന്നൂ എങ്ങനെടാ നീ കണ്ടുപിടിക്കണേ, ചെറിയ മാറ്റങ്ങൾ വന്നാൽ എന്റെ മകൻ അറിയൂ കേട്ടോ. ഇവൻ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെറുത് വന്നാലും അറിയുന്നു. അതാണ്. ഇല്ല, ഞാൻ തന്നെയല്ലേ അപ്പൊ പറഞ്ഞു. അമ്മ പറഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞു. അപ്പൊ അമ്മക്ക് ചെറിയൊരു ഊർജ്ജം കിട്ടി. എങ്ങനത്തെ ഊർജ്ജാന്നറിയോ? ഊർജ്ജം പല രീതിയിലുണ്ടമ്മ. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരിക്കലും വയ്യാണ്ടാവുമ്പോൾ എൻ്റെ മക്കളുണ്ട്. ഞാൻ പറയുമൊന്നും വേണ്ട, എൻ്റെ മുഖം നോക്കി മനസ്സിലാക്കാൻ കഴിവുണ്ട് മക്കളൊക്കെ അമ്മയ്ക്ക് തോന്നിയപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു ഊർജ്ജം കിട്ടിയോ? പകുതി ആ കലക്കി തന്ന വെള്ളം കൊണ്ടും ഗുളികയും കൊണ്ടൊക്കെ ആണെങ്കിലും പകുതി ഞാൻ നൽകിയ ആ ഒരു സാന്ത്വനം കൊണ്ടാണല്ലോ, അമ്മേനെ ശ്രദ്ധിച്ചത് കൊണ്ട്, അത് ചെയ്തത് കൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങളുടെ ഉള്ളിലൊരു ഊർജ്ജം വരും. എനിക്കും ഉണ്ട് ശ്രദ്ധിക്കാൻ കുറച്ച് ആൾക്കാർ. എൻ്റെ കാര്യമല്ല പറയണ കേട്ടോ, അമ്മയുടെ കാര്യമല്ല പറയണത്. ഏതൊരു വ്യക്തിയെയും
മുഖം ഒന്ന് വാടുമ്പോൾ ഒരു അസ്വസ്ഥത വരുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് തോന്നൽ വരുമ്പോൾ സത്യം. നിങ്ങൾ നൽകിയത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടുന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം വരും. ആ മനസ്സിൽ സന്തോഷം വരുന്നതിൻ്റെ പേരാണ് ഊർജം. കാരണം എന്താ പറയുക, അമ്മ മേടിച്ച ഈ ചെമ്മീന് കടയിലാണ്, അതെടുത്തത് കടലിൽ നിന്നാണ്, അത് കൊണ്ടുവന്നത് മുക്കുമാറാണ്, അത് പിന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ പലരുടെയും കയ്യിൽ കിട്ടിയ സാധനമാണ് കച്ചവടത്തിൽ നമ്മൾ മേടിച്ച ഈ പല 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 കൈമാറി വന്ന ചെമ്മീൻ അല്ലേ. അതുപോലെ അമ്മ ഈ ഇളക്കണ ഇതിന് എന്താ പറയുക, അതും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ നമ്മൾ എവിടുന്ന് മേടിക്കാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്താണെന്നറിയാമോ അമ്മയ്ക്ക്? ചോദിക്കൂ. ദൈവം തന്ന നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശുദ്ധമായ ഹൃദയം, ഇത് ഒരു കടയിലും കേടുവന്നാൽ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ഹൃദയം ശുദ്ധമായി വെക്കണമെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. ഇപ്പോൾ ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്, ആ മൊബൈൽ ബാറ്ററി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മമ്മ നോക്കൂ, ഒന്ന് നിങ്ങളുടെ ശ്രദ്ധിക്കൂ, ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ ഒന്ന് ചാർജിന് കുത്തും. എന്തിനാണ് ചാർജിന് കുത്തുന്നത്? അതിൻ്റെ ബാറ്ററി കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബാറ്ററിയാണ് ഹൃദയം. മനസ്സിലായില്ലേ? ഈ ഹൃദയം ഒന്നും ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു മാലിലും മേടിക്കാൻ കിട്ടില്ല. ഇത് അവനവൻ്റെ ഹൃദയം അവനവൻ തന്നെ ശുദ്ധമായി വെക്കണം. അങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇറക്കി വിടേണ്ടതിന് ഇറക്കി വിടണം, സൂക്ഷിച്ച് വെക്കേണ്ടതിന് സൂക്ഷിച്ച് വെക്കണം. എന്താണ് ഇറക്കി വിടേണ്ടത്? വേണ്ടാത്ത ചിന്തകൾ, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന ചിന്ത ആദ്യം ഇറക്കി വിടണം. കാരണം അസൂയ മറ്റുള്ളവർക്ക് മാത്രമല്ല വിഷം, നമുക്കും കൂടി അത് വിഷമാണ്. എന്താണ് ഈ വ്യക്തി ഇങ്ങനെ പ്രശസ്തിയായി പോണത്, അത് കണ്ടിട്ട് എനിക്ക് തിന്നാ ദഹിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഇറങ്ങില്ല. അതിൻ്റെ പേരാണ് അസൂയ. അസൂയ വിഷത്തിന് തുല്യമാണെന്ന് കാരണന്മാർ പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മളൊരു അസൂയപ്പെട്ട ആ വ്യക്തിക്ക് മാത്രമല്ല വിഷം, അസൂയപ്പെടുന്ന നമുക്കും കൂടി അത് വിഷമായിട്ട് മാറും. അപ്പോൾ ഇറക്കി വിടേണ്ട പലതും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരാളെയും കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി റെഡിയാണ്. നിങ്ങൾ വന്ന് ഇങ്ങനെ ഇതാ വീഴുന്നു, ചെറിയൊരു കുഞ്ഞ് കണ്ണു മിഴിക്കണു, നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി തരുന്ന പലരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ചിലരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? നമുക്കാണുള്ളത്. അല്ലാണ്ട് വേറെ ആർക്കും ഇല്ല. കുറേ ബന്ധുക്കളുണ്ടാവും, അതിൽ ചില ബന്ധുക്കളോട് മാത്രം ചിലർ അടുപ്പം കാണിക്കും. അത് അവനവന് പറ്റിയ അവനവൻ്റെ സ്വഭാവത്തിന് പറ്റിയ കുറച്ച് ആൾക്കാരാണ് വിചാരിച്ചിട്ടാണ് ആ ബന്ധുക്കളോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താ അറിയോ? അവനവൻ്റെ ഹൃദയത്തിൻ്റെ ഊർജ്ജം കളയാൻ വേണ്ടിയിട്ട് അവനവൻ തന്നെ തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളുണ്ട്. എങ്ങനെയാണെന്ന് പറയട്ടെ. ഇപ്പം അമ്മേനെ ഞാൻ ഫോൺ വിളിക്കുകയാണ്, ഞാൻ നമ്മുടെ ഒരു ബന്ധുവാണെന്ന് വിചാരിച്ചത്. ഞാൻ നിരന്തരമായിട്ട് അമ്മേനെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പരദോഷണം അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പറയാനുണ്ടാവും. കേൾക്കൂട്ടോ, കുറച്ച് പരദോഷണം അമ്മയ്ക്ക് ഇങ്ങോട്ടും പറയാനുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ മെഗാ സീരിയലിൽ കാണുന്നതിന് തുല്യമാണ്. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ട് പരദോഷണം പറയുമ്പോൾ വാക്കിന് എന്തൊരു ഊർജ്ജം അറിയില്ല, ഒരു പൊട്ട ഊർജ്ജം, ബാഡ് എനർജിയാണത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് ഇന്ന് സംസാരിച്ച് നാളെയും മതിയാവില്ല, നാളെ സംസാരിച്ച് മറ്റന്നാളും മതിയാവില്ല. അതിൻ്റെ പകരം ഞാൻ അമ്മേനൊരു ഫോൺ വിളിക്കുകയാണ്. അമ്മേനൊരു ഫോൺ വിളിക്കുമ്പോൾ അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അമ്മ ഒരാളുടെ പരദോഷണം പറയുമ്പോൾ അതങ്ങോട്ട് വിടും, അതൊക്കെ അവരെന്തോ ആയിക്കോട്ടെ, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന പരദോഷണിയായ എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചില ബന്ധങ്ങൾ അകന്നു പോകും. നിങ്ങൾ ഇത്ര മാത്രമേ പറയൂ, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ മക്കൾ എങ്ങനെയുണ്ട്, നിങ്ങളെങ്ങനെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ആരോഗ്യം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് പോകുമ്പോഴേക്കും അവരിൽ സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് ആൾക്കാർ കുറവാണ്. എവിടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി നിൽക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, പല ഇടങ്ങളിലും നോക്കിക്കോളൂ. പല ഇടങ്ങളിലും നോക്കിക്കോളൂ. നമ്മുടെ മറ്റൊരാളുടെ കുറ്റം പറയുന്നവിടെ നമ്മുടെ സംസാരത്തിന് താല്പര്യം കൂടുതൽ കൊടുക്കുന്ന ജനങ്ങളുണ്ടാവും. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുക. അപ്പോൾ അമ്മ ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ പറയണ ഒരു ബന്ധുവിനെ എത്ര പ്രാവശ്യം വിളിക്കും? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടൊന്ന് വെക്കും. ഈ കുറ്റം കേൾക്കാനും കുറ്റം പറയാനും താല്പര്യമുള്ള വ്യക്തികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സമ്പർക്കം. അതിന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മറന്നു പോണ ഒരു കാര്യം ഉണ്ടല്ലോ, ഇന്ന് നിങ്ങൾ കുറ്റം കേൾക്കുകയും ഞാൻ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫോണിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അതൊന്ന്. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ ഒരാളുടെ കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് മുഴുവനായിട്ട് ധാരണയൊന്നും ഇല്ല. ഒരാൾ നിങ്ങളോട് പറയുന്നു, അപ്പോൾ ഇറക്കി വിടേണ്ടത് ഇറക്കി വിടുക. ഏതിനെ ഇറക്കി വിടേണ്ടത്? ഇപ്പം ഞാൻ അമ്മേനോടൊരു കുറ്റം പറയുമ്പോൾ കേൾക്കൂ, ഞാൻ അമ്മേനോടൊരു കുറ്റം പറയുമ്പോൾ ഞാൻ കണ്ട കാര്യമാണ് അമ്മേൻ്റെ അടുത്ത് പറയണത്. പക്ഷെ അമ്മ കണ്ടിട്ടില്ല. അമ്മയ്ക്കത് കുറ്റമാണോ ശരിയാണോ എന്നറിയില്ല.
പക്ഷെ അമ്മ ഇതിനെ വിശ്വസിച്ചു. അതിന് കാരണക്കാരൻ ആരാണ്? ഈ കുറ്റം വിളമ്പുന്ന ഞാനെന്ന് പറഞ്ഞു നീയാണ്, പിന്നെ കുറ്റം കേൾക്കണത് കേൾക്കുക. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ കുറ്റം പറയണം ഞാനാണല്ലോ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് നമ്മുടെ ചെവിയിൽ എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ അവരോടൊരു വൈരാഗ്യം വരുമോ? ആ വൈരാഗ്യം വരുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് എന്നൊരു ദേഷ്യവും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യക്തി ശരിയല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഊർജ്ജമായിരിക്കുന്ന ബാറ്ററി നമ്മുടെ തന്നെ ഒന്ന് ഡൗൺ ചെയ്യരുത്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മുടെ ഹൃദയം എന്നുള്ള ബാറ്ററി ഇറങ്ങി കൊണ്ടേട്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരിക ഇറക്കി വിടേണ്ട ആൾക്കാർ. അതാദ്യം പറയാം. ഈ മൂന്നാമത് നിൽക്കുന്ന ഒരാളില്ലേ നടുക്കിൽ, അപ്പുറത്തെ കുറ്റം വന്ന് ഇപ്പുറത്ത് പറയണ അവനെയാണ് ആദ്യം ഇറക്കി വിടുക. അല്ലെങ്കിൽ അപ്പുറത്തൊരു കുറ്റം ഉണ്ടെന്ന് നമ്മ അറിയോ? അറിയില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ കുറ്റം നിങ്ങളോട് വന്ന് വിളമ്പനാണ് സാറോട് ചോദിക്കുക. നീയല്ലേ കണ്ടല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കുറ്റം നമുക്ക് നമ്മളോട് വന്ന് പറയില്ലേ മറ്റൊരാളുടെ കുറ്റം, ആ മറ്റൊരാള് ആരുടെ കുറ്റാണോ നമ്മളോട് വന്ന് പറഞ്ഞത് ആ ആളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹത്തിലായിരിക്കും. അത്രയും സ്നേഹത്തിലുള്ള ആൾക്കാരാണ് വന്നിട്ട് വേറൊരാളോട് അവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അപ്പൊ അതൊരു മഹാഭാവം. അപ്പോൾ എന്തൊക്കെയാണ് നശിച്ചു പോണത്? ഒരാൾ അറിയുന്നില്ല. ഒരു വ്യക്തിയുടെ കുറ്റം നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ ഇരിക്കുന്ന ആ വ്യക്തി നമ്മുടെ കുറ്റം സംസാരിക്കണമെന്ന് അറിയുന്ന പോലും ഇല്ല. നിങ്ങൾ രണ്ടുപേരും അയാളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എവിടെയോ ജീവിക്കുന്നു. അപ്പോൾ നശിച്ചു പോണത് ഇയാൾ കാരണം കൊണ്ട്. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയാണ് കുറ്റം പറയുന്ന വ്യക്തി എന്ന് കരുതിക്കോളൂ. അപ്പോൾ കേൾക്കുന്ന അമ്മയും കൂടി നശിച്ചു പോവുകയാണോ? അവിടെ എന്താ പാസ്സായിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജിയാണ്. ഇത് ഇത്ര ഉണ്ടാൽ മതി, പിന്നെ ഇതിലിട്ടിട്ട് പിന്നെ വേവ് മതി. അത് കാരണം ഇത്ര ഉണ്ടാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഡിപ്രഷൻ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ ഒക്കെ തകർത്തുന്ന ഒരു ശക്തി. മനസ്സിലായില്ലേ? ആ ഒരു ശക്തി, ആ ഒരു ദുഷ്ടചിന്തേനെയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി നമ്മൾ തള്ളിക്കളയുന്നത്. പിന്നെ തള്ളിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കണം? സ്വാഭാവികം. എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. എന്താ അറിയോ? നമ്മുടെ എപ്പോഴും സന്തോഷം നിറഞ്ഞ കുറച്ച് ആൾക്കാർ, എപ്പോഴും പോസിറ്റീവ് നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാർ, നല്ലത് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാർ, കഷ്ടതയിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട, തളരണ്ട എന്ന് പറയാൻ ധൈര്യം തരാനുള്ള ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള തോന്നൽ വരുമ്പോൾ, ഇപ്പോൾ ഇന്നലെ നമ്മുടെ അസുഖം, അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? മക്കളുണ്ട്, ഞങ്ങൾക്ക് ചെറുതായിട്ട് മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നൊരു ആത്മവിശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഊർജ്ജമല്ലേ? ആ ഊർജ്ജമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത്, കളയേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളെയല്ലേ? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പല രൂപങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ എല്ലാവരും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ തിരിച്ചറിഞ്ഞവരെല്ലാം ശ്രേഷ്ഠന്മാരാവും. തിരിച്ചറിയായിട്ട് പോയവരെല്ലാവരും ഈ വലിയൊരു കുടുക്കിൽ പെട്ടുപോകും. അപ്പോൾ ഇതെന്താ പറഞ്ഞോളൂ, ഇതിൻ്റെ ഇടയിൽ പറ്റണ്ട. ഇതിപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തു എണ്ണയിൽ ചെറുതായിട്ട്. ഇനിയിപ്പോൾ നാളികേരം കുറച്ചിട്ടു. പാചകത്തിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ട് വാചകം മാത്രം കേട്ട് പാചകം തെറ്റിപ്പോകരുത്. അതാണ് ഞാൻ പറഞ്ഞ് ഇത് വേണമെന്നുള്ളത്. ഇതും കൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മ വെച്ചോ അമ്മ. സൂക്ഷിച്ച് വെക്കേണ്ടത് സൂക്ഷിച്ച് വെക്കുകയും ഇറക്കി വിടേണ്ടത് ഇറക്കി വിടുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിതം സുമധുരം, സന്തോഷം. അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ട് മഹത്തായ ഫലങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ ഇതായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടു കേട്ടോ. നമുക്കിതിൽ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് ചെമ്മീൻക്ക്. അങ്ങനെ ഇതിനൊക്കെ ഈ മസാലയ്ക്കൊക്കെല്ലാം ഉപ്പ് അടിക്കും. അപ്പോൾ നാളികേരപ്പൊട്ടിലൊക്കെ ഉപ്പ് പിടിക്കും. അപ്പം അതിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ല മണം വരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, സൂപ്പറായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ആ റോസ്റ്റഡിൻ്റെ ഒരു മണം, നാളികേരവും അതിൻ്റെ ഒരു മണം തീർച്ചയായും. അപ്പോൾ ഈ വെളുത്തുള്ളി ഇതിനൊത്തിരി വെളുത്തുള്ളി കൂടുതലുണ്ട്. എന്താ പറയുക, ചെമ്മീനല്ലേ, അത് ഗ്യാസാന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ.
ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. വെളുത്തുള്ളി ഇതിൽ കൂടുതലിട്ടാൽ അതിന് നല്ലതാണ്, വയറിന് നല്ലതാണ്. ഇത് കുറച്ച് ഗ്യാസ് അല്ലേ ചെമ്മീൻ എന്ന് പറയുന്നത്? കുറച്ചല്ല, നല്ലപോലെ ഗ്യാസുള്ള സംഭവമാണ്. അപ്പോൾ അതിലിത്ര വെളുത്തുള്ളി ആഡ് ചെയ്യാണ് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലേ? വെളുത്തുള്ളി കൂടുതൽ മറ്റെല്ലാ മീനുകൾക്കൊന്നും നമ്മൾ വെളുത്തുള്ളി ഒന്നും കൂടുതൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിന് കുറച്ച് കൂടുതൽ. ഇത് വളരെ സിമ്പിൾ ആൻഡ് ബെസ്റ്റ് ആണല്ലേ? അതെ. ഇനി പച്ചമുളക് 2 പച്ചമുളക് ഉണ്ട്. അതിൻ്റെ എരിവുണ്ട് വേണ്ടിയില്ല. ഇനി ഈ തക്കാളി. ഇനി ഞാൻ പറയട്ടെ, അത് ഒരു വിധം റോസ്റ്റായതിനു ശേഷം അതിൻ്റെ മുകളിൽ ചെമ്മീൻ ഇടാന്നല്ല? ചെമ്മീനല്ല, മുളക് പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ മനസ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഈ നെഗറ്റീവ് കൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഒരു കുടുംബം തകർന്നു പോകാനുള്ള പലതും ഉണ്ട്. കാരണം എന്താ പറയുക, ഏതോ ഒരുത്തൻ ആരുടെ ഒരു കാര്യം കേട്ട് അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ അത് മറ്റൊരാളോട് പറഞ്ഞു, ആ ആൾ വേറൊരാളോട് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് പേരറിയുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് മൂപ്പർ അത് തിരുത്തി ജീവിക്കുന്നതും കൂടി നമുക്കറിയില്ല. ഒരു മാറാനുള്ളൊരു സന്ദർഭം, ഒരു സമയം കൊടുക്കാതെ ആ വ്യക്തിയെ ആരും അറിയാതെ ഒരു കൂട്ടം ജനങ്ങൾ ദ്രോഹിച്ചു കൊണ്ടിരിക്കുക. കർമ്മബലം എന്ന് പറയണത് ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ സർവനാശത്തിന് നമ്മൾ കാരണമാവണോ? അത് നല്ല കർമ്മബലമാണോ? ഒരിക്കലുമല്ല. നമ്മൾ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടുമോ? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഊർജ്ജം. മുളക് പൊടി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി കേട്ടോ, ഇത്ര മതി. എന്താ പറയുക, കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം തകരുക മാത്രമല്ല, ഏത് നേരവും നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുക നമ്മുടെ മുഖത്തൊരു പ്രസരിപ്പ് ഉണ്ടാവില്ല, ഒരു പ്രസന്നത ഉണ്ടാവില്ല. ഏത് നേരവും നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുക. അമ്മ തന്നെ ഏത് നേരം നെഗറ്റീവ് നാളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കും കേട്ടോ. നമ്മൾ ഒരു ഫോൺ വിളിച്ചിട്ട് ഒരാളുടെ നെഗറ്റീവ് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേൾക്കണ പറയുന്ന ആൾക്കാർ ജസ്റ്റ് അല്ലല്ല ഒന്ന് പ്രതിബിംബിക്കും. കാരണം മനസ്സാണ്. കുറച്ച് കറിവേപ്പില എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ചെമ്മീൻ റോസ്റ്റൊക്കെ. പക്ഷേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് കാണിക്കണ്ടേ, നമ്മുടെ ഇതാണല്ലോ ദിവസം ചെയ്യുന്നത് അല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ കാണിക്കുക. അതുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ പറയുക, മനമാണ് മനസ്സിൻ്റെ കണ്ണാടി അല്ലേ? നമ്മുടെ മനസ്സാണ് ശരിക്കുള്ള കണ്ണാടി. അത് പരിശുദ്ധമാണെങ്കിൽ നമ്മളെ കാണാൻ നമുക്ക് തന്നെ ഭയങ്കര ഭംഗി ആണോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖം വേറൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തറിയാം. ആ ഒരു പ്രസന്നസ് നമ്മുടെ മുഖത്തുണ്ടാവില്ല അല്ലേ? അപ്പോൾ ആ മനസ്സിൻ്റെ കണ്ണാടി, ആ മുഖത്തിൻ്റെ സൗന്ദര്യം നമ്മൾ എന്തിനു നശിപ്പിക്കണം അല്ലേ? ഇനി ഒരു ബ്യൂട്ടി ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ കല്ല് വേണം, മണ്ണ് വേണം, മണൽ വേണം, എല്ലാം വേണം. അതൊക്കെ ഇട്ട് വാർപ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ പെയിൻ്റ് അടിക്കും ആരെങ്കിലും പോയിട്ട്? ഇതാ കല്ലും മണ്ണും ഇട്ടു എന്ന് പറഞ്ഞിട്ട് സിമെൻറ്റും കൊണ്ടൊന്ന് വാർപ്പ് ചെയ്യാണ്ട് അതിനേക്കാളും മുമ്പ് പോയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇപ്പോൾ പറയാണ്, ഇത് അത് ഇട്ടു എന്നിട്ട് പറയാം. വെള്ളം ഒഴിക്കേണ്ടി വരും. ഒരു തുള്ളി വെള്ളം, കുറച്ച് അധികം വേണ്ട. എന്താ പറയുക, റോസ്റ്റ് അല്ലേ, അപ്പം ചാറല്ലല്ലോ. അപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കണം. എന്താ പറഞ്ഞാൽ ആട്ടിൽ ഇത് വേഗം ചെമ്മീൻ വേഗം വേകുന്ന സാധനമല്ല. അപ്പോൾ അങ്ങനെയാണ് നല്ലത്. എനിക്ക് തന്നെ ഇഷ്ടം. എനിക്ക് എങ്ങനെ ഇഷ്ടം ചാറൊന്നും വെച്ചാൽ അതൊന്നും വലിയ താല്പര്യം. ചെമ്മീൻ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇല്ലേ? അത്രേ വെക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതൊന്ന് അടച്ച് ഇതിൻ്റെ മസാലയൊക്കെ നന്നായി. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് അമ്മേൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ പറ്റുക? തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങളുടെ തിരഞ്ഞാലും വിളിച്ചാലും കിട്ടാത്ത ഒരാളുണ്ടാവും. യഥാർത്ഥത്തിൽ അയാൾ നെഗറ്റീവ് ആയിരിക്കും. കാശ് കൊണ്ട് വേണമെന്നില്ല, ആളായിട്ടെങ്കിലും നിൽക്കാൻ കഴിയാത്ത ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും ആ വ്യക്തി നെഗറ്റീവ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുക. കാരണം ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയുന്ന വ്യക്തി കാശല്ല,
ആളായിട്ടും പോലും നിങ്ങളുടെ അടുത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്ത് ലാഭം? ആണോ അല്ലേ? അതുപോലെ തന്നെ ഏത് ബന്ധങ്ങളാണെങ്കിലും ഇടയ്ക്കൊന്ന് വിളിക്കുക, സംസാരിക്കാതെ ഒന്നുമില്ലാണ്ട് എപ്പോഴെങ്കിലും വിശേഷ ദിവസങ്ങളിൽ കൊല്ലത്തിനോ 2 കൊല്ലത്തിനോ ഒരു പ്രാവശ്യം വിളിക്കുക, അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ള തോന്നലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വിളിക്കും പറയും ആരാണത്, ചിലപ്പോൾ മറന്നു പോവും, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് നമ്മൾ ഇറക്കി വിടും. നമ്മുടെ മനസ്സിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയിണ്ടാവും. പിന്നെ അകന്ന ഏതൊരു വ്യക്തിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ടിപ്പ് എന്താ അറിയോ? നേരത്തെ പറഞ്ഞ പോലെ മനഃശുദ്ധി. മനസ്സ് നല്ല ഫ്രഷായിട്ടും ആരുടെ പരദോഷണവും ഇല്ലാതെ, ആരൊക്കെ നമ്മുടെ പരദോഷണം പറഞ്ഞാലും അതിൽ തളരാതെ നിൽക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രസന്നതയുള്ളൊരു മുഖം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്ലും മണ്ണും മണലൊക്കെ കൂട്ടിയൊരു ബിൽഡിങ് കെട്ടും. ആ ബിൽഡിങ് കെട്ടി പൂർത്തിയാക്കുന്നതിനേക്കാളും മുമ്പ്, ആ വാർപ്പൊക്കെ ചെയ്തൊന്ന് നൈസാക്കണതിനേക്കാളും മുമ്പ് അതിൽ പെയിൻ്റ് അടിച്ചാൽ ഭംഗി ഉണ്ടാവുമോ? അതുപോലെ തന്നെ നമ്മുടെ മനഃശുദ്ധി ഇല്ലാണ്ട് മുഖം ആകെ മനഃശുദ്ധി ഇല്ലെങ്കിൽ മുഖത്തൊരു തെളിച്ചുണ്ടാവില്ല. ആ തെളിച്ചില്ലാത്ത മുഖം ഏതെങ്കിലും ബ്യൂട്ടി പാർലറുകാർക്ക് നന്നാക്കാൻ പറ്റുമോ? അത്യാവശ്യം നമ്മുടെ മുഖം കറുത്താലും വെളുത്താലും എങ്ങനെ ഉണ്ടെങ്കിലും അതിനെ നന്നാക്കണമെങ്കിൽ നമ്മുടെ മുഖത്തിനൊരു കാന്തി വേണം, കണ്ണിനൊരു കാന്തി വേണം. ഇനിയിപ്പോ കണ്ണും മൂക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു പുഞ്ചിരി, അല്ലെങ്കിൽ മുഖത്തൊരു പ്രസന്നത ഇല്ലെങ്കിൽ എന്ത് മേക്കപ്പ് ചെയ്തിട്ടും ആ മുഖത്തിനെ നോക്കാൻ നമുക്ക് തോന്നുന്നു. നന്നായി ഇപ്പൊ കല്യാണത്തിനൊക്കെ പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ. ആ കല്യാണം എന്നല്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ കല്യാണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വരുമ്പോ എല്ലാവരും അണിഞ്ഞൊരുങ്ങി നല്ല ഒരു ഇതിലല്ലേ വരിക. തീർച്ചയായിട്ടും എല്ലാവരുടെ മുമ്പിലും നമ്മൾ നന്നായി കാണണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ പോവുക. അപ്പൊ അവിടെ പോണ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷം അടിച്ചു നമ്മളും കൂടി ഒന്ന് ചേർന്നാലോ, സന്തോഷം കൂടി എത്തിച്ച് അവരുടെ മുഖത്ത് ഉള്ളതിനേക്കാളും സൗന്ദര്യം തോന്നും. തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആരോ പറഞ്ഞിട്ടാവാ അവർ അത്രയും നേരം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, ആരോ ആ കൂട്ടത്തിൽ ആരാന്ന് നമുക്കറിയില്ലല്ലോ, എന്തെങ്കിലും അവരെ കുറിച്ച് പറഞ്ഞ അവരുടെ മുഖം ആ കുറച്ചു നേരം മുമ്പ് കണ്ട മുഖം ഉണ്ടല്ലോ ഇത്, അവരാകെ അപ്സെറ്റ് ആയിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ആ മുഖത്തിന്റെ സൗന്ദര്യം അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറയും. നാച്ചുറലാണ്. കാരണം അത്രയും നേരം അവർ സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മുഖത്തൊരു കണ്ണിന് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു, അതോടെ അവരുടെ എല്ലാം പോയി. അവർ പിന്നെ എന്തോ കളഞ്ഞു പോയ പോലെയൊക്കെ ഇരിക്കുന്നു. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ചിലരോട് പരിചയക്കാരാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചിട്ട്, എന്താ ഇത്ര നേരം ഭയങ്കര സന്തോഷത്തിലാണെന്നല്ല, എന്തു പറ്റി? ഒന്നും പറയണ്ട. അപ്പൊ അവരാ ചെയ്തു വന്ന ഡ്രസ്സിനും അവരുടെ മേക്കപ്പിനും മുഖഭാവത്തിനും എല്ലാം അതിന്റെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് അവരെല്ലാം കൊണ്ട് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി വന്ന് സന്തോഷിക്കാനല്ലേ ഒരു സ്ഥലത്ത് വരിക. അപ്പൊ അങ്ങനെ എന്നോടത്ത് എന്തെങ്കിലും പറയേണ്ട ഈ ആൾക്കാർക്ക് എന്താവശ്യം അല്ലേ? അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തുക. അപ്പൊ എന്ത് ചെയ്യണറിയോ, അതൊന്നും കണക്കിലാക്കരുത്. അപ്പൊ അവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ പിന്നെ ഇവര് പറഞ്ഞപ്പോ എനിക്കെന്താ, ഇവര് പറയണ പോലെ ഒന്നും ആയിരിക്കില്ല, ഇത് സത്യം. അപ്പൊ സത്യമാണെന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മളത് കണക്കിലെടുക്കണ്ട. അതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കുക, സ്വീകരിക്കാൻ പറ്റാത്തതിനെ സ്വീകരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. സമാധാനമുള്ള മനസ്സിൽ ഊർജ്ജം ഉണ്ടാവും. എപ്പോഴും നമ്മുടെ ബാറ്ററി പവറായിരിക്കും, എപ്പോഴും നമ്മൾ സന്തോഷവതിയായിരിക്കും. അതിനൊക്കെ മെയിൻ കാരണങ്ങൾ എന്താ പറഞ്ഞാൽ, ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ദൈവം നമുക്ക് മുമ്പ് കാണിച്ചു തരും. ഇന്ന വ്യക്തികൾ മുഖംമൂടികളാണ്, ഇന്ന മുഖംമൂടികൾ നിനക്ക് വേണ്ട, ആ വ്യക്തിനെ തിരസ്കരിക്കുക, ഈ വഴിയെ തിരിച്ച് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയം നമുക്ക് വരുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ നല്ല പാതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും കിട്ടും അല്ലേ? അപ്പോൾ കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അപ്പോൾ ഇതിന് വേറെ നമ്മൾ ഗരം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുരുമുളകും കൂടി ഇട്ട് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. സ്പൈസി ആയിരിക്കും അത്, ഒരുപാടല്ല. ഇതെന്താ പറയുക, അത്ര എരിവുള്ള മുളകൊന്നുമല്ല. കറിവേപ്പില ഒന്ന് നുള്ളിപ്പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താലേ പിന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ഇത്ര തന്നെ. ഇതിന് ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ. എല്ലാം ഇത് കുരുമുളകൊക്കെ ഇട്ടില്ലേ, ആ കുരുമുളകൊക്കെ ഒന്നിങ്ങനെ പിടിച്ച് വരട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കാൻ പറ്റിയൊരു മനസ്സും ബുദ്ധി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മളറിയാത്തൊരു കാര്യം മറ്റുള്ളൊരു വ്യക്തി പറഞ്ഞ് ഇനിയൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാവം എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാത്തതും ചെവിയിൽ കേൾക്കാത്തതും നമ്മൾ ഇന്നൊരാൾ പറഞ്ഞ വാക്കും കൊണ്ട് വിശ്വസിച്ച് മാത്രം അയാൾ പറയുന്ന സത്യമാണെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു കുടുംബം, ഒരു മനസ്സ്, ഒരു ഊർജ്ജം നമ്മൾ തകർക്കണ്ടല്ലോ. ആ തകർത്ത് ഇന്നൊരാളുടെ ഊർജ്ജം
ഊർജ്ജം തകർക്കാതിരിക്കുക, നമ്മുടെ ഊർജ്ജം നമ്മൾ തകർക്കാതിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയം എന്നും പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്നും ദൈവങ്ങൾ വസിക്കുന്ന പറയും. ദൈവങ്ങൾ വസിക്കുന്ന പാകത്തിന് ഒരു ദേവാലയമാക്കി നിങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുക. കഴിയുന്നത് മറ്റൊരാളുടെ കുറ്റം നമുക്ക് അറിയില്ലെങ്കിൽ പറയാതിരിക്കുക. പറയാതിരുന്ന ഒരു ചെറിയൊരു തിരി കത്തിച്ച് വയ്ക്കുക. അങ്ങനെ ഒരു നല്ല മനുഷ്യരായി നമ്മൾ മാറണം. കാരണം പരദോഷങ്ങളുടെ മുഖം കൊണ്ട് മാത്രം നശിച്ചു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിനേക്കാളും വലുതായിട്ട് നമ്മുടെ സൗന്ദര്യം നമ്മൾ നന്നായി വിശക്കണമെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. നന്നായി വിശന്ന് നന്നായി ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം. നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഞങ്ങൾ ഓടി രക്ഷപ്പെടണം. അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗന്ദര്യം ഉണ്ടാവും. പിന്നീട് ബ്യൂട്ടി പാർലറിലൊക്കെ അടച്ച ആൾക്കാർ പോണ്ടി വരും. വീട്ടിലുള്ള കൺമോശയും പൗഡറും കൊണ്ടൊക്കെ നമ്മൾ സുന്ദരിമാരായിരിക്കും, ഒരു സംശയവും വേണ്ട. അവരൊക്കെ ഓടുന്ന വഴിക്ക് പുല്ല് മുളക്കില്ല, അവരുടെ ഉദ്യോഗം അടക്കം പൂട്ടേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട. അവർക്കൊരു ഉദ്യോഗം ഉണ്ട്, ഇടയ്ക്ക് നമ്മൾ പോയിട്ട് അവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ വരാം. ചെറിയ കാര്യത്തിൽ എങ്ങനെ നിനക്ക് പോവുക, അമ്മേനെ പോലെ ബ്യൂട്ടി പാർലറിൽ കയറാണ്ടൊന്നും ഇരിക്കരുത്. അത്യാവശ്യം ബ്യൂട്ടി പാർലറിൽ കയറാൻ തിളക്കം വിളക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് പറഞ്ഞ് അവൻ്റെ തൊഴിൽ ഞാൻ തടസ്സം വയ്ക്കുകയല്ല. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഹൃദയം ഊർജ്ജവും ശക്തിയും ഉള്ളതാക്കി വെച്ചാൽ നല്ല പവർഫുൾ ബാറ്ററി പോലെ കുറേ നേരം നമുക്ക് ഉപയോഗിക്കാൻ വരുമ്പോൾ ആയുസ് തീരുന്ന വരെ ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ ഗുഡ് ബൈ പറഞ്ഞ് നല്ല ചിന്തകളിലേക്ക് നമ്മൾ വരണം. എന്നും മറ്റുള്ളവരുടെ പരദോഷം പറഞ്ഞ ആൾക്കാരെ എടുത്ത് കളയുക, പടിയിറക്കി വിടുക. ഹൃദയത്തിൽ നിന്ന് പടിയിറക്കി വിടുക, മനസ്സിൽ നിന്ന് പടിയിറക്കി വിടുക. അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെയും പറയുക അത് കയറ്റാൻ പറ്റിയതല്ല, അത് ചെറിയ വിഷമാണ്, പക്ഷെ വെള്ളം ഒരു തുള്ളി മതിയല്ലോ, പാലിൽ വീണ മൊത്തം നശിക്കും. അത് കേട്ടിട്ട് നിങ്ങൾ അതിനനുസരിക്കാനുള്ള നിങ്ങൾ രക്ഷപ്പെടുന്നൊരു സൂചനയും നൽകുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പതിയെ മാറിക്കോളും. അവൻ്റെ കുറ്റം നമ്മൾ പറയല്ല. അവർ കുറ്റം പറഞ്ഞാലും മാറാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ പതിയെ അവനെ ഒഴിവാക്കുമ്പോൾ അവരെന്നെ ചിന്തിക്കും എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചിന്തിക്കും. അപ്പോൾ ഒരു മാർക്കറ്റിലും മേടിക്കാൻ കിട്ടാത്തൊരു സംഭവമാണ്. ലുലുമാലിലും കിട്ടില്ല, അല്ലെങ്കിൽ ഏത് മാലിലും കിട്ടില്ല. ലോകത്ത് ഒരു മാർക്കറ്റിലും കിട്ടില്ല. ഫിഷ് മാർക്കറ്റിലോ മട്ടൺ മാർക്കറ്റിലൊക്കെ ഹൃദയം കിട്ടും, മനുഷ്യൻ്റെ ഹൃദയം കിട്ടില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയം ദൈവം നമുക്ക് വേണ്ടി മാത്രം നൽകിയതാണ്. ഈ ഹൃദയം പരിശുദ്ധമായും ഫുൾ പവറായും ഫുൾ ബാറ്ററി എനർജിയായും വെക്കേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ട് ആ കടമ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സൗന്ദര്യവും നമ്മളെപ്പോലെ ആത്മധൈര്യമുള്ള ആരോഗ്യമുള്ള വേറൊരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖത്തിന് ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോണ്ടി വരില്ല. സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യനെയും കാണേണ്ടി വരില്ല. നിങ്ങളുടെ ഉള്ളിൽ അത് മുഴുവൻ ഉണ്ടാവും. സന്തോഷിക്കാനുള്ള മനസ്സുണ്ടാവും. അപ്പം അമ്മ പുഞ്ചിരിക്കും പോലെ എന്നും പുഞ്ചിരിക്കാനുള്ള നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഈ പറയുന്ന ഞാനേ പണ്ടൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും വിഷമിക്കുന്ന പോലത്തെ ഒരു തൊട്ടാവാടിയായിരുന്നു. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗുരുവിനൊപ്പം കൂടിയപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതൊക്കെ വിട്ടു. അപ്പൊ എന്താ അറിയോ, എനിക്ക് നല്ല സന്തോഷമായി. എന്താ പറഞ്ഞാൽ അത് കേൾക്കണം. പിന്നെ ഇവിടെ പിള്ളേരുടെ ഒരു സ്വഭാവം കിട്ടാറുണ്ട്. എന്താ പറഞ്ഞാ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റം കുറവൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് എത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവണം. അമ്മ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ടെന്നുള്ള സിഗ്നലാണ്. അങ്ങനെ രണ്ടുപേരും എന്താ അറിയോ. പിന്നെ ചിലപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടോ അമ്മ അവരുടെ കുറ്റം അവരുടെ വീട്ടിൽ അമ്മയുടെ നാത്തുമാരുടെ ഒക്കെ വിട്ടോ മക്കളുടെ എത്തകളൊക്കെ പറയായിരിക്കുമോ, അതൊന്നും കേട്ടിട്ട് അമ്മ അങ്ങനെ ഇരിക്കണ്ട കേട്ടോ. അവര് നെഗറ്റീവ് പറയുമ്പോ അമ്മയും നെഗറ്റീവായി പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് അപ്പൊ എല്ലാവരും ഹൃദയം ശുദ്ധിയായിട്ട് എല്ലാവരും സുന്ദരന്മാരും ആയിരിക്കട്ടെ. അതെ, എല്ലാവരും. അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ കൂട്ടി ഊണ് കഴിക്കാൻ വരുന്നോ? നല്ല നാടൻ പയർ കിട്ടിയിട്ട് അത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. എനിക്കൊരാൾ പറഞ്ഞു തന്നു നാണയറിട്ടിട്ട് ഉണ്ടാക്കുന്നത് തോരൻ, അല്ലാണ്ട് ഉണ്ടാക്കുന്നത് മെഴുക്ക് വരട്ടി. ആരാ പറഞ്ഞു മനസ്സിലായിട്ടോ? നാണയരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനമാണ് തോരൻ. ഓക്കെ, അപ്പൊ ഞാൻ നല്ല മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ചില പയറിന്റെ ഇതിന്റെ കൂടെ പിന്നെ മോര് കച്ചി തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.